ഹലോ ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനിയുള്ള പരീക്ഷകളിൽ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ പറയുന്നതിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ എന്താണ് പോർട്ടൽ സിര എന്ന് വെച്ചാൽ? എന്താണ് പോർട്ടൽ സിര എന്ന് വെച്ചാൽ? നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുണ്ട് അല്ലേ, ഈ അവയവങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പോർട്ടൽ സിര ഉപയോഗിക്കുന്നത്. അതായത് അവയവങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പോർട്ടൽ സിര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഞാൻ പറഞ്ഞു അല്ലേ, അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്ത്? പോർട്ടൽ സിര എന്ന് പറയുന്നത്. അവയവം ടു അവയവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. പോഷകഘടകങ്ങൾ എന്താണ് ചെയ്യുന്നത്? പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പോർട്ടൽ സിരയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്? അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. അതുപോലെ തന്നെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഒന്നിന് ആൻസർ ഏതാണ്? ബി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? 2ഉം 4 വരുന്നത്. ഓക്കെ, ബി എന്ന് പറയുന്നത് പ്രസ്താവന 2ഉം 4 ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചുറൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചുറൽ പാർക്ക് ഏതാണ്? ബയോ റിസോഴ്സ് നേച്ചുറൽ പാർക്ക് നിലമ്പൂരാണ് കേട്ടോ. നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചുറൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ ഏതാണ്? സി, നിലമ്പൂരാണ്. ഇനി 3, ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരോഗ്യ അടിയന്തരാവസ്ഥ അല്ലേ, നമുക്ക് കുറേ അടിയന്തരാവസ്ഥകളൊക്കെ അറിയാലോ. സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്, കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അടിയന്തരാവസ്ഥകളൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ ഈ അടിയന്തരാവസ്ഥകളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നാണല്ലേ ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്തിട്ടായിരുന്നോ ലോകാരോഗ്യ സംഘടന കണക്കിലെടുത്തിട്ട് ഏത് രോഗത്തിൻ്റെ ഇത് കണക്കിലെടുത്തിട്ടായിരുന്നോ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇപ്പോൾ വാർത്തകളിലൊക്കെ കാണാവുന്നതാണ് അല്ലേ എംപോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എംപോക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മഹാമാരിയായ കാരണമാണ് എന്ത് ചെയ്തത്? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത ഏത് സംസ്ഥാനമാണ്? ആസാമാണ് ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആസാം റിപ്പോർട്ട് ചെയ്തത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം അല്ലേ, ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഈ സ്കീം ആരംഭിക്കുന്ന എവിടെയാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന എവിടെയാണ്? നാഗാലാൻഡിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് ഏതാണ്? ഇത് ഇമ്പോർട്ടൻ്റ്. ഈ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാനായിട്ട് എന്താണ് കേരളം നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് കാർസാപ്പാണ് പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന, തൊട്ടടുത്ത് 2 കോശങ്ങളുണ്ടായിരിക്കും, അടുത്തടുത്ത് കോശങ്ങളുണ്ടായിരിക്കാം. ഈ കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? പ്ലാസ്മ ഡെസ്മാറ്റയാണ് ഇതിന് ആൻസർ വരുന്നത്. ഇത് നമ്മൾ SCRT 9ാം ക്ലാസ്സിലെ സയൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിന് തുടക്കം ഭാഗത്ത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. സസ്യകോശങ്ങളിലെ പ്ലാസ്മ ഡെസ്മാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ സസ്യകോശങ്ങളിലെ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? കോശദ്രവ്യപാതയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ ഡെസ്മാറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റീസ് എന്ന രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റീസ് എന്ന് പറയുന്നത് ഏത് രോഗത്തിൻ്റെ രോഗകാരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും SCRTയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്?
നെഗ്ലേറിയ ഫൗലേറി ട്ടോ. നെഗ്ലേറിയ ഫൗലേറിയാണ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റീസ് രോഗത്തിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് നെഗ്ലേറിയ ഫൗലേറിയാണ്. അപ്പോൾ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റീസ് എന്ന രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി. ഓക്കെ. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരേതാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരേതാണ്? ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതമാണ് ട്ടോ. അമൃതമാണ് ആൻസർ വരുന്നത്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതമാണ്. നെക്സ്റ്റ്, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറയാണ് ട്ടോ. പ്ലൂറയാണ് എൻ്റെ ആൻസർ വരുന്നത് ട്ടോ. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. കൺജക്റ്റീവ് ഇതിൻ്റെ ഭാഗമാണ്. കൺജക്റ്റീവ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഭാഗമാണ് അല്ലേ? കൺജക്റ്റീവ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഭാഗമാണ്. കാർഡി എന്ന് പറയുമ്പോൾ തന്നെ പേര് കിട്ടിയല്ലോ, ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ശ്ലേഷ്മസ്തരം എവിടെയൊക്കെയുണ്ട്? ശ്ലേഷ്മസ്തരം പല സ്ഥലങ്ങളിലുണ്ട് അല്ലേ? മൂക്കിലൊക്കെ ശ്ലേഷ്മസ്തരം ഉണ്ട്. മൂക്കിലും അതുപോലെ തന്നെ നമ്മുടെ പല അവയവങ്ങളിലും എന്തുണ്ട്? ശ്ലേഷ്മസ്തരം ഉണ്ട്. അപ്പോൾ പ്ലൂറയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം എന്ന് പറയുന്നത്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ആർക്കൊക്കെയാണ് ലഭിച്ചത്? 2023 കഴിഞ്ഞ് 24 കഴിഞ്ഞു അല്ലേ? 25 ഇപ്പോൾ പ്രഖ്യാപിക്കും. അപ്പോൾ 2023 രസതന്ത്ര നോബൽ സമ്മാനം ആർക്കായിരുന്നു? എത്ര പേർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? 3 പേർക്ക് കേട്ടോ. 3 പേർക്കാണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ കണ്ടു അല്ലേ? അതിലെന്തായിരുന്നു? രസതന്ത്രം കണ്ടുപിടിച്ച കോണം സിദ്ധാന്തത്തെ കുറിച്ചിട്ടല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ സിദ്ധാന്തത്തിൽ 2 പേരുണ്ടായിരുന്നു. മൂന്നാമത്തെ വ്യക്തിയുടെ നാട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ രസതന്ത്ര നോബൽ സമ്മാനം നന്നായി പഠിച്ചു വെച്ച് പോവാട്ടോ. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏതാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്? മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്. അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് എന്തായിരുന്നു? തൈറോയ്ഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ ഏതാണ്? കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? പ്രോട്ടോസോവ ഏതാണ്? മലമ്പനിയാണ് അല്ലേ? മലമ്പനിയാണ്. അനോഫിലസ് പെൺകൊതുക് വഴിയാണ് അല്ലേ മലമ്പനി പകരുന്നത്? അപ്പോൾ അനോഫിലസ് പെൺകൊതുക് വഴി എന്താണ് ഒരു പ്രോട്ടോസോവ രോഗമാണെന്ന് പറയുന്നത് മലമ്പനി എന്ന് പറയുന്നത്. ക്ഷയം ഏതാണ്? ബാക്ടീരിയ രോഗമാണ് അല്ലേ? എലിപ്പനിയോ എന്താണ്? ബാക്ടീരിയ ആണല്ലേ. എയ്ഡ്സ് എന്താണ്? ഒരു വൈറസ് ആണ് അല്ലേ? അക്യോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നല്ലേ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോട്ടോസോവ രോഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി, അതുപോലെ തന്നെ ചതുപ്പ് രോഗങ്ങളൊക്കെ എന്താണ്? എന്തിൽ വരുന്നതാണ്? പ്രോട്ടോസോവ രോഗങ്ങളിൽ വരുന്നതാണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ദേശീയാട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജിൻ എന്ന് പറയുന്നതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആൽബുമിൻ എന്തായിരുന്നു? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന അല്ലേ? ആൽബുമിൻ വെച്ച് എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്രോട്ടീൻ ആയിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഗ്ലോബുലിൻ വെച്ച് എന്തായിരുന്നു? രോഗകാരികൾക്കെതിരെ ചില രാസപദാർത്ഥങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരുന്നു ഗ്ലോബുലിനായിരുന്നു. അപ്പോൾ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് എന്ത് പറയുന്നത്? ഫൈബ്രിനോജിൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ഫൈബ്രിനോജിൻ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ കെ ആണല്ലേ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഫില്ലോക്കിനോൺ ആയിരുന്നു അല്ലേ? വൈറ്റമിൻ കെയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? രക്തസ്രാവമായിരിക്കില്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും രക്തസ്രാവമായിരിക്കണമല്ലോ അല്ലേ? നെക്സ്റ്റ്, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ ചോദിച്ചിരിക്കുന്നത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരാം? EEG ഉണ്ടോ? EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് EEG. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം ഏതാണ്? നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ? ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപമാണ് രാസോർജ്ജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം എന്ന് പറയുന്നത്.
മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? ഇതും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ആവർത്തിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണല്ലേ. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സിനിടയിലാണ് മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയുന്ന ശബ്ദമെന്ന് പറയുന്നത്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണികളാണ് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് ആറ്റത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു ഘടകങ്ങൾ കൊണ്ടാണ്. ശരിയല്ലേ? ആറ്റം കൂടിയിട്ടാണ് തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ കണകളിൽ കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് എന്താണ്? ആറ്റം എന്ന ചെറു കണികൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും അല്ലേ. ഓരോ ആറ്റങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ഹൈഡ്രജനും കാർബണും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത മാസമാണ്, വ്യത്യസ്ത ഗുണങ്ങളുമായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ആറ്റത്തിനെ നമുക്ക് വിഭജിക്കാനായിട്ട് അധികം പറ്റില്ല. അപ്പോൾ അത് കാരണം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആറ്റമാണ്. 4. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മളൊരു രാസപ്രവർത്തനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആറ്റം പുതിയതായിട്ട് ഉണ്ടാവില്ല അല്ലേ. ആറ്റം കൊണ്ടാണ് തന്മാത്രകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. എന്നാൽ ആറ്റം എന്താ ചെയ്യുന്നില്ല? പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, എന്നാൽ നശിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫുള്ള് ശരിയാണല്ലേ, എല്ലാം ശരിയാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ആറ്റത്തെക്കുറിച്ച് പറഞ്ഞത്? എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണികകൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ LDC തൊട്ട് ചോദിച്ചു തുടങ്ങിയതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഈ ധാതുക്കളും അയിരുകളുടെ ഭാഗം നന്നായിട്ട് പഠിച്ചിരിക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. ശരിയുള്ളത് മാത്രം പഠിച്ചിരിക്കുക അല്ലേ. എല്ലാ അയിരും ധാതുക്കളാണ്. എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. അത് മാത്രം ഉണ്ടാവും ശരി എന്ന് പറയുന്നത്. എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണെന്ന് മാത്രം പഠിച്ചിരിക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. എല്ലാ അയിരും ധാതുക്കളാണ്. അപ്പോൾ ഇതിലേതാ ശരി? 2 മാത്രമേ ശരി അല്ലേ. ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഏതാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക അല്ലേ. കുറച്ച് ആൾക്കാർ പേരൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വരാഹമിഹിരൻ്റെ കൃതികൾ ഏതാണ്? വരാഹമിഹിരൻ്റെ കൃതികൾ എന്ന് പറയുന്നത് വരാഹമിഹിരൻ്റെ കൃതികൾ ഏതാണ്? ലഘുജാതകം കേട്ടോ. ലഘുജാതകമാണ് വരാഹമിഹിരൻ്റെ കൃതിയാണ് ലഘുജാതകം. ഇനി കാളിദാസൻ്റെ വിക്രമോർവശീയം. കാളിദാസൻ്റെയാണ് വിക്രമോർവശീയം കാളിദാസൻ്റെയാണ്. വിശാഖദത്തൻ ഏതാണ്? മുദ്രരാക്ഷസം കേട്ടോ. വിശാഖദത്തൻ ഏതാണ്? മുദ്രരാക്ഷസം. ശുദ്രകൻ്റെ ഏതാണ്? മൃച്ഛഘടികം. എന്തൊക്കെ പേരുകളാണ് അല്ലേ. ശുദ്രകനെയാണ് മൃച്ഛഘടികം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വരാഹമിഹിരൻ ലഘുജാതകം. വരാഹമിഹിരൻ എന്തായിരുന്നു? ലഘുജാതകം അല്ലേ നമ്മൾ പറഞ്ഞത്. വരാഹമിഹിരൻ പറഞ്ഞത് ലഘുജാതകം. അതുപോലെ തന്നെ കാളിദാസിൻ്റെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വിക്രമോർവശീയം. വിശാഖദത്തൻ മുദ്രരാക്ഷസം, ശുദ്രകൻ മൃച്ഛഘടികം. ഓക്കെ ആണല്ലോ. ഇനി കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം അല്ലേ. ആദിത്യ L1 വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലായിരുന്നു? PSLV ഏതായിരുന്നു? PSLV C
57 അല്ലേ, PSLV C-57 ആണ് ആദ്യത്തെ L1 വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അഗസ്ത് കോന്തെയാണ്. അഗസ്ത് കോന്തെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക കേട്ടോ, തെക്കേ അമേരിക്കയിൽ നിന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 എന്തിൻ്റെ സന്ദേശമാണ്? മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്ന് പറയുന്നത് 2023 എന്തിൻ്റെ സന്ദേശമായിരുന്നു? മണ്ണ് ദിനം അല്ലേ, മണ്ണും വെള്ളത്തിന് പറയുമ്പോൾ എന്താണ്? മണ്ണ് ദിനത്തിൻ്റെ ഇതായിരുന്നു 2023 സന്ദേശമായിരുന്നു മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988 കേട്ടോ ദേശീയ വനനയം നിലവിൽ വന്നത്. 1988 ദേശീയ വനനയം നിലവിൽ വന്നത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് ഏത് പരിസ്ഥിതി സംഘടനയാണ് പ്രസിദ്ധീകരിക്കുന്നത്? റെഡ് ഡാറ്റ ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചിട്ടുള്ള ബുക്കാണ് അല്ലേ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അതേതാണ്? ഏത് സംഘടനയാണ്? IUCN കേട്ടോ, IUCN ആണ് എന്ത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന എന്ന് പറയുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു അല്ലേ, സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് ഏതാണ്? രാജ്യത്തെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? എന്തായിരുന്നു? ZIG ആയിരുന്നു കേട്ടോ, ZIG ആയിരുന്നു രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കറിയുപ്പിൻ്റെ രാസനാമം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് കറിയുപ്പിൻ്റെ രാസനാമം എന്ന് പറയുന്നത്? സോഡിയം ക്ലോറൈഡ് അല്ലേ, സോഡിയം ക്ലോറൈഡ് ആണ് എന്ത് പറയുന്നത്? നമ്മളുടെ കറിയുപ്പിൻ്റെ രാസനാമം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇത് നമുക്കാണ് അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 1-2 പോയിന്റ്സ് ഒക്കെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വായിച്ച് നോക്കിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 ആണ് അല്ലേ, 3214 ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള നീളം എന്തായിരിക്കും? 29-30 അല്ലേ, ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, 29-39 അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചിരിക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3214 അതായത് 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വരേഖാംശമാണ് കേട്ടോ. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എത്രയാണ്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള പോയിന്റ് ഏതാണ്? ഇന്ദിരാകോളാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാകോളം. ഇന്ത്യയുടെ തെക്കേറ്റത്ത് ഇന്ദിരാ പോയിന്റുമാണ്. ഇന്ത്യയുടെ വടക്കേറ്റത്ത് ഇന്ദിരാകോളാണ് കേട്ടോ, കോളാണ്. അതായത് ഫ്രണ്ടിൽ പാടുണ്ടെന്ന് ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഇത് പറയുന്നത് എന്താണ്? വടക്കേറ്റത്തുള്ള പോയിന്റ് അല്ലേ, ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? വടക്കേറ്റത്തെന്ന് പറയുന്നത് ഇന്ദിരാകോളാണ്, കോൾപ്പാട് എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് എന്താണ്? ഇന്ദിരാ പോയിന്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണല്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? നമ്മൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്ത് ഇന്ദിരാകോളും ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് ഏതാണ്? ഇന്ദിരാ പോയിന്റുമാണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇതും നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയിലെ ജലസേചന പദ്ധതി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ പദ്ധതി ഏതാണ്?
വക്രാനങ്കിളാണ് അല്ലേ, ഏറ്റവും വലിയ വിദ്യുത് വക്രാനങ്കിളാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹിരാക്കുഡാണ് കേട്ടോ. ഹിരാക്കുഡാണ് ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഹിരാക്കുഡാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് എന്ന് പറയുന്നത് നാഗാർജുന സാഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ശരി പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കല്ലണക്കെട്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ അണക്കെട്ട് എന്ന് പറയുന്നത് നാഗാർജുന സാഗറുമാണ്. അപ്പോൾ ഇതിലെ 2ഉം 4 അല്ലേ നമ്മൾ പറഞ്ഞത്? 2ഉം 4 സി ആണ് റെഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് കണ്ട് പ്രിലിംസിന് വേണ്ടി ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ നദികളെ കുറിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നദികളെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? കമന്റ് കേട്ടോ. പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ, ഇതിലില്ല കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ ഇതിലില്ല, ഓപ്ഷൻ നോക്കിയിട്ട് കാര്യമില്ല, ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ലോകസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന ഏതാണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഇതിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ഇതിലുണ്ടായിരിക്കുക, ലോകസഭയിൽ ഉണ്ടായിരിക്കുക. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോകസഭയിൽ ഉണ്ടായിരിക്കുക. അത് കാരണം നമ്മൾ എന്ന് വിളിക്കും അതിനെ ജനപ്രതിനിധി സഭ എന്നാണ് ലോകസഭയെ വിളിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോകസഭയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. അതുപോലെ തന്നെ ജനപ്രതിനിധി സഭ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അധോസഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ലോകസഭയിൽ തന്നെയാണ് അല്ലേ? അധോസഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇനി സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് പറയുന്നത് ഏതാണ്? രാജ്യസഭയാണ് കേട്ടോ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അതുപോലെ തന്നെ അവിടുത്തെ അധ്യക്ഷം വഹിക്കുന്ന ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയിൽ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു, ജനപ്രതിനിധി സഭയെന്ന് പറഞ്ഞു അല്ലേ? 2ഉം 4 നമ്മൾ പറഞ്ഞല്ലേ? 2ഉം 4 പറഞ്ഞത്. രണ്ടും 4 ശരി എന്ന് പറയുന്നത്. തെറ്റുള്ള ഏതായിരുന്നു? 1ഉം 3 അല്ലേ? 1ഉം 3 തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രാജ്യസഭയെ കുറിച്ചിട്ടാണ് അതിന് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലേ? ഇത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഉൽപ്പാദനം, ഭൂമി, തൊഴിൽ, സംഘാടനം എന്ന് പറയുന്ന ഒരു SCERT ടോപ്പിക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവരുമാനം, പൊതുകടം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അതായത് ഉൽപാദനം വർദ്ധിപ്പിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഉൽപാദനത്തിലും വരുമാനത്തിലുള്ള വർധനവിനെയാണ്. ഉൽപാദനം കൂടിയാലാണ് എന്ത് സംഭവിക്കുള്ളൂ? വരുമാനം കൂടുള്ളൂ. അപ്പോൾ ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവിനെയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുള്ളൂ? സാമ്പത്തികമായിട്ട് വളർച്ച കൈവരിക്കുള്ളൂ. നെക്സ്റ്റ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണെന്ന് പറഞ്ഞു? 3 അല്ലേ? 3 മാത്രമാണെന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏതാണ്? പോർച്ചുഗലാണ് കേട്ടോ. പോർച്ചുഗലാണ് ആൻസർ വരുന്നത്. പോർച്ചുഗലാണ്. ആൻറ്റോണിയോ ഗുട്ടറസ് ആണല്ലേ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? വീണ്ടും ചോദിച്ചില്ലേ, നോബൽ സമ്മാനം 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഉദാഹരണം ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായി പഠിക്കുക കേട്ടോ. ഉദാഹരണത്തിനെ കുറിച്ച് നന്നായി പഠിക്കുക. ചെറുകുടലും വെൺകുടലും അതുപോലെ തന്നെ ഉദാഹരണത്തെക്കുറിച്ച് അല്ല, അവയവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായിട്ട് യോജിച്ച പ്രസ്താവനയിൽ ഏതാണ്? ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ആണോ ചെറുകുടൽ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ പഠിച്ചു വെച്ചത്. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു അല്ലേ? ചെറുകുടൽ എന്ന് പറഞ്ഞാൽ ആഗിരണമാണ് നടക്കുന്നത്. പക്ഷേ അത് എക്സെപ്റ്റ് വേറൊരു സംഭവം കൂടി എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്? ജലവും ലവണം അല്ലേ? ജലം ലവണം ആഗിരണം ചെയ്യപ്പെടുന്നില്ല. പോഷകഘടകങ്ങൾ മാത്രമാണ്, ആഹാരത്തിലെ പോഷകഘടകങ്ങൾ മാത്രമാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ വില്ലസുകൾ കാണപ്പെടുന്നുണ്ടല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ചെറിയ വിരൽ പോലെ ഫലാഞ്ചസ് പോലെയൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു വില്ലസുകൾ കാണപ്പെടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിക്ചറൊക്കെ നമ്മൾ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സിൽ SCERT ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. പോയി ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ വില്ലസുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, അതുപോലെ തന്നെ വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം കൂടിയാണെന്ന് പറയുന്നത് ചെറുകുടൽ എന്ന് പറയുന്നത്. ചെറുകുടൽ എന്ന് പറയുന്നത് ഇതിൽ ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് ഏതാണ്? വൻകുടലാണ്. ആഗിരണം മാത്രമാണ് ചെറുകുടലിന് പഠിച്ചത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുള്ളൂ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ചിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. SCERTയിൽ കറക്റ്റ് ആ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും അതിൽ നിന്ന് ഉണ്ടായിരിക്കും. ആ ഒരു ഭാഗം നന്നായി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ക്ലാസ്, പോയി കാണാം. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത ഏതാണ്? വൈറ്റമിൻ A ആണല്ലേ? വൈറ്റമിൻ A ആണ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണല്ലേ വൈറ്റമിൻ എന്ന് പറയുന്നത്. അതിന് അപര്യാപ്തത ഏതാണ്? വൈറ്റമിൻ്റെ നിശാന്തതയാണല്ലേ? നിശാന്തതയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കേടാണല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് കേടാണെന്ന് പഠിച്ചാൽ മതി അല്ലേ? ഇപ്പം കേടാ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? കേടാ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കിട്ടും? കേടാന്ന് പറയുമ്പോൾ എന്തൊക്കെ കിട്ടും? ഇതിൽ നിന്ന് വൈറ്റമിൻ K കിട്ടിയില്ലേ? വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ A എന്നിവയൊക്കെയാണ് എന്തിലേക്കുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നത് വൈറ്റമിൻ Kയുടെ ആണെന്നുണ്ടെങ്കിൽ BC ആണ് ജലത്തിൽ ലയിക്കുന്നത്. ജലം ബിസിയാണ്. ജലത്തിൽ ലയിക്കുന്ന ഏതാണ്? ബിസിയാണ്. അപ്പോൾ കേട പഠിച്ച BC കിട്ടല്ലോ. അപ്പോൾ BC ആണ് ജലത്തിൽ ലയിക്കുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത്, വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വൈറ്റമിൻ K നമ്മൾ നേരത്തെ കണ്ടില്ലേ ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന, അതിൽ ചോദിച്ചതായിരുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? വൈറ്റമിൻസ് അല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ ആൽബുമിൻ, ഫൈബ്രിനോജിൻ, ഗ്ലോബുലിൻ എന്നിവയെ കുറിച്ചിട്ടൊക്കെയല്ലേ, പ്രോട്ടീൻസിനെ കുറിച്ചിട്ടല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഏതാണ്? വൈറ്റമിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ K ആണ്. പിന്നെ ഫില്ലോക്കിനോൺ എന്ന് പറഞ്ഞില്ലേ, പേര് നമ്മൾ പറഞ്ഞു. ഇനി വൈറ്റമിൻ E എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റമിൻ E എന്ന് വെച്ചാൽ എന്താണ്? ആൻറ്റി സ്റ്റെറിലിറ്റി, അതുപോലെ തന്നെ വന്ധ്യതയ്ക്കൊക്കെ കാരണം എന്നൊക്കെ പറയുന്നത് എന്താണ്? വൈറ്റമിൻ E ആണ് കേട്ടോ. വൈറ്റമിൻ E ആണ്. അതുപോലെ തന്നെ നമുക്കറിയാലേ വൈറ്റമിൻ E ക്യാപ്സുലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചർമ്മ സംരക്ഷണത്തിനൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വൈറ്റമിൻ E നെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി വൈറ്റമിൻ D എന്ന് വെച്ചാൽ ഏതാണ്? വൈറ്റമിൻ D എന്ന് വെച്ചാൽ എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലേ വൈറ്റമിൻ D എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനൊക്കെ സഹായിക്കുന്ന എന്താണ്? വൈറ്റമിൻ D ആണ് അല്ലേ. പിന്നെന്താ? എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രോട്ടീൻ കൂടിയാണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. അതൊക്കെ ഏതിലൊക്കെ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ? പാല്, മുട്ട, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ എന്തുട്ടാണ് പയറ്, അങ്ങനത്തെ സംഭവങ്ങളിലും ഇലകളിലൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞ് നമ്മെ വൈറ്റമിൻ D ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വൈറ്റമിൻ A അല്ലേ. വൈറ്റമിൻ A നമ്മൾ പറഞ്ഞു. വൈറ്റമിൻ A എന്ന് വെച്ചാൽ നിശാന്തത അല്ലേ. കണ്ണിന് മങ്ങിയ പ്രകാശത്തിൽ കണ്ണ് കാണാൻ കഴിയുന്ന നിശാന്തവുമായി ബന്ധപ്പെട്ടാണ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് വൈറ്റമിൻ A എന്ന് പറയുന്നത്. അതിനും കൂടുതലും ഇലകളാണല്ലേ, ചേമ്പില, മുരിങ്ങയില, പയറില, ചേമ്പില എന്നീ ഇതൊക്കെയാണ് വരുന്നത് നമ്മൾ കഴിക്കാനായിട്ട് പറയുന്നത്. വൈറ്റമിൻ A കിട്ടുന്നതിനായിട്ട് കരളിലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ എന്തുട്ടാ? വൈറ്റമിൻ Kടാ പറഞ്ഞു. വൈറ്റമിൻ BC അല്ലേ. വൈറ്റമിൻ BCനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വൈറ്റമിൻ B എന്ന് വെച്ചാൽ എന്താ? B എന്ന് വെച്ചാൽ B1 to B6 വരെ ഉണ്ട് അല്ലേ. അപ്പോൾ B1 എന്ന് വെച്ചാൽ തയ്യാമിനാണ് അല്ലേ. B1 എന്ന് വെച്ചാൽ എന്താണ്? പേര് തയ്യാമിനാണ് അല്ലേ. അതുപോലെ തന്നെ പേശീബലത്തിന് കുറവൊക്കെ ഉണ്ട് വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B2 എന്ന് വെച്ചാൽ എന്താണ്? റൈബോഫ്ലോവിൻ അല്ലേ. റൈബോഫ്ലോവിൻ എന്നാണ് അതിൻ്റെ അപര്യാപ്ത രാസനാമം പറയുന്നത്. വൈറ്റമിൻ B3 എന്ന് വെച്ചാൽ നിയോസിനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B4 എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റമിൻ B4 എന്ന് വെച്ചാൽ എന്തായിരുന്നു? B4 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെല്ലഗ്രി ആയിരുന്നു അല്ലേ. വൈറ്റമിൻ 5 എന്ന് വെച്ചാൽ പിരിഡോക്സിൻ.
അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻസിൻ്റെ ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല, ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ വൈറ്റമിൻ സി ചോദിക്കാറുണ്ട് കേട്ടോ. വൈറ്റമിൻ സി എന്ന് വെച്ചാൽ അസ്കോർബിക് ആസിഡ് അല്ലേ, വൈറ്റമിൻ സി എന്ന് വെച്ചാൽ അസ്കോർബിക് ആസിഡാണ്. അത് കൂടുതലായിട്ട് രാസനാമത്തിൽ ഈ പേര് മാത്രമേ ചോദിക്കാറുള്ളൂ. വൈറ്റമിൻ സിയുടെ എന്താണ് ചോദിക്കാറുള്ളത്, അപര്യാപ്ത രോഗം ഏതാണ്, സ്കർവിയാണ് കേട്ടോ. അപ്പോൾ സ്കർവിയും അസ്കോർബിക് ആസിഡും ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ B7 പഠിച്ചു വയ്ക്കുക. വൈറ്റമിൻ B7 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, വൈറ്റമിൻ B7 ആണ്. അപ്പോൾ B7 പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വൃത്തിയിൽ പഠിച്ചു വയ്ക്കാനായിട്ട് എപ്പോഴും കാണിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B7 നമ്മുടെ രാസനാമം ഉണ്ട് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള എല്ലാതും പഠിച്ചു വയ്ക്കണം, ഏതൊക്കെ ഫുഡിലാണ് ഉള്ളതെന്നും അതുപോലെ തന്നെ അതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ രാസനാമങ്ങളെല്ലാം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന എക്സാമിൽ പഠിച്ചു വെച്ചാൽ മതി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മെയിൻ എക്സാമിനൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B7 അല്ലേ, വൈറ്റമിൻ B7 പറഞ്ഞു. വൈറ്റമിൻ B7ൻ്റെ പേരെന്താണ്, വൈറ്റമിൻ എച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 ആണ്. ഓക്കെ ആണല്ലോ. ഫോളിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ B7 അല്ല കേട്ടോ. പിന്നെ വൈറ്റമിൻ ഞാൻ പറഞ്ഞത് എന്താണ്, വൈറ്റമിൻ സി പറഞ്ഞു അല്ലേ. വൈറ്റമിൻ സിയുടെ എപ്പോഴും ചോദിക്കാറുണ്ട്, സ്കർവിയാണ് അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്, അസ്കോർബിക് ആസിഡ് ആണല്ലേ പേര് പറഞ്ഞത്. അതുപോലെ തന്നെ വൈറ്റമിൻ സിനെ കുറിച്ചിട്ട് വേവിക്കുമ്പോൾ നശിക്കുന്നത്, ചൂടാക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ എന്താണെന്ന് ചോദിച്ചാലൊക്കെ എന്താണ്, വൈറ്റമിൻ സി ആണ് കേട്ടോ. പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ കാണപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ മോണയിൽ രക്തസ്രാവത്തിനൊക്കെ കാരണം എന്താണ്, വൈറ്റമിൻ സിയുടെ അപര്യാപ്ത കുറവൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ഏതാണ്? നോക്കിയാൽ തന്നെ കിട്ടും അല്ലേ. ഏതായിരിക്കും കേരളവുമായിട്ട് ബന്ധപ്പെട്ടത്? ഏതാണ്? നാളികേരമാണല്ലേ. നാളികേരമാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്രയാണ്? കറണ്ട് അഫെയർ ആണല്ലേ. ഓൺലൈൻ ഗെയിം വഴി ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പല നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ കേരള സർക്കാർ എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. അപ്പം ഏതാണ്, ഗെയിമിന് വേണ്ടിയിട്ട് എത്രയായിരുന്നു നികുതി? 30% കേട്ടോ. 30% ഓൺലൈൻ ഗെയിമിന് വേണ്ടിയിട്ടുള്ള നികുതി എന്ന് പറയുന്നത്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് എവിടെയായിരിക്കണം? ഇടുക്കിയിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഇടുക്കിയിലാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏതിനാണ്? വയനാടേക്കാണോ? വയനാടിനാണ് ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമിയുള്ളത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയിലെ. ആലപ്പുഴയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? വീണ്ടും കായൽ ചോദിച്ചില്ലേ, നദികളും കായലുകളും പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? എഫ് ആകൃതിയുള്ളത് ശാസ്താംകോട്ട കായൽ കേട്ടോ. ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ എന്ന് പറയുന്നത്. ശാസ്താംകോട്ട കായൽ. നെക്സ്റ്റ്, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസിനല്ലേ കണ്ടിട്ടുണ്ടായിരുന്ന വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടത്. നമ്മൾ വരയാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വരയാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സലയൻമാല ഏത് ജില്ലയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് നിന്ന് പിന്നെ എന്തൊക്കെ വന്നത്, ദേശീയ ഉദ്യാനങ്ങളും ദേശീയ വന്യജീവി സങ്കേതങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, റീഡ് തവളകൾ എവിടെയാണ് കാണപ്പെടുന്നത്? റീഡ് തവളകൾ കക്കയത്താണല്ലേ. കക്കയിലാണ് എന്തിരിക്കുന്നത്? തവളകൾ ഇരിക്കുന്നത് അല്ലേ. കക്കയിലാണ് തവളകൾ പറ്റി പിടിച്ചിരിക്കുന്നത് ആലോചിക്കുക. റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്താണ്. ഇനി ചാമ്പൽ മലയണ്ണാനോ? ചാമ്പൽ മലയണ്ണൻ എവിടെയാണ് കാണപ്പെടുന്നത്? ചാമ്പൽ മലയണ്ണൻ ചാമ്പൽ മലയണ്ണൻ എവിടെയാണ് കാണപ്പെടുന്നത്?
ചിന്നാറിലാണ്ടോ? ചിന്നാറിൽ ചാമ്പൽ മലയണ്ണാൻ ചിന്നാറിലാണ് കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ് എവിടെയാണ്? സൈലന്റ് വാലിയാണല്ലേ. വെടിപ്ലാവുകളൊക്കെ ഉള്ളതാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. വരയാട് എവിടെയാണ്? ഇരവിക്കുളത്താണല്ലേ. ഇരവിക്കുളത്താണ് വരയാട് കാണപ്പെടുന്നത്. അപ്പോൾ റീഡ് തവളകൾ എന്ന് പറയുന്നത് കക്കയത്തും, അതുപോലെ തന്നെ ഏതിൻ്റെ ആൻസർ വരുന്നത് ദണ്ടോ സി ആണ്. റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്ത്, ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നത് ചിന്നാറിൽ, സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട് ഏതാണ്? ഇരവിക്കുളാണല്ലേ. വരയാട് ഇരവിക്കുളത്താണ് വരയാട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ആരായിരുന്നു മികച്ച നടൻ? മമ്മൂട്ടിയായിരുന്നു അല്ലേ. മമ്മൂട്ടിയായിരുന്നു മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരെയാണ്? 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2023 കേട്ടോ. ഓസ്ട്രേലിയ ആയിരുന്നു 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. നെക്സ്റ്റ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്കയാണല്ലേ. ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത് ഈ അടുത്ത വർഷങ്ങളിലായിരുന്നു. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018 2018 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത്. റാംസിയോ ആനന്ദി എന്ന അഖിൽ പി ധർമ്മരാജൻ എഴുതിയ നോവലിലെ കഥാപാത്രമില്ലാത്തതാരല്ലേ? റാംസിയോ ആനന്ദി ഫേമസ് ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. റാംസിയോ ആനന്ദി എഴുതിയിട്ടുള്ള ആരായിരുന്നു? അഖിൽ പി ധർമ്മരാജൻ്റെ ബുക്കായിരുന്നു അല്ലേ. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള കഥാപാത്രം ആ നോവലിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? നോക്കിയേ ഏതൊക്കെയായിരുന്നു കഥാപാത്രങ്ങൾ? മല്ലി ഉണ്ടായിരുന്നു അല്ലേ. മല്ലി ഉണ്ടായിരുന്നു, രേഷ്മ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കിരൺ ഉണ്ടായിരുന്നു. അപ്പോൾ സുമതി ഇല്ല കേട്ടോ ഇതിൽ. രേഷ്മ കിരണൊക്കെ ഉണ്ടായിരുന്നത്. ആ നോവൽ വായിച്ചുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? ഇരുമ്പല്ലേ. ഇരുമ്പിൻ്റെ അത് അംശമുള്ള കാരണമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഫെറസ് ഓക്സൈഡോ ഫെറിക് ഓക്സൈഡ് എന്നാണ് പറയുക. അപ്പം ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പാമ്പാടും ചോലയെ നമുക്കറിയാലേ 3 വന്യജീവി നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് 2003 അവസാനമായിട്ട് ആനമുടി ചോല, 3 ചോലകളിൽ ആനമുടി ചോല, പാമ്പാടും ചോലയൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാമ്പാടും ചോല എന്ന് പറയുന്നത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2003 2003 ഏതൊക്കെയാണ്? 3 നാഷണൽ പാർക്കുകളെയാണ് കേട്ടോ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ്, നാഷണൽ പാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 7ാം സ്ഥാനം ഉണ്ടോ? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 328 ദശലക്ഷം അല്ലേ. 328 ദശലക്ഷം കിലോമീറ്ററാണ് ഇത് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു ആ ടൈമിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗൻയാൻ കേട്ടോ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. നെക്സ്റ്റ്, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് കാർഗിലിൽ നടന്ന 1999 കാർഗിൽ യുദ്ധത്തിൽ നടന്ന ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നറിയപ്പെടുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾസ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത
മനു ഭാക്കറാണ് 2024 പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു അല്ലേ? കൊൽക്കത്തയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ ഉത്തരപർവ്വത മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മേഖലകൾ ഇന്ത്യൻ ഭൂപ്രകൃതി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരക്കോറം, ലഡാക്ക്, സിസ്കർ എന്ന് പറയുന്ന 3 വിഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെവിടെയായിരിക്കും? കാരക്കോറാമിലാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറാമിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഏതായിരുന്നു? സ്ത്രീയുമായി ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ? സ്ത്രീയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഏതായിരുന്നു? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അല്ലേ? നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. നെക്സ്റ്റ്, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ഏതാണ്? സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം എന്നിവയ്ക്കാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നത്. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, അതുപോലെ തന്നെ സ്വാശ്രയത്വം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏതായിരുന്നു? 5ാം പദ്ധതിയിലായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം പറഞ്ഞത്. അതുപോലെ തന്നെ സ്വയം പര്യാപ്ത ഇതിലായിരുന്നു പറഞ്ഞത് 3ാമത്തെ പദ്ധതിയിലായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 4ാമത്തെ പദ്ധതിയിൽ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വമാണ് വരുന്നത്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയായിരുന്നു? സൈനിക നടപടി, ലയനക്കരാറ്, അനുരഞ്ജനം. ഇത് 3 ഉണ്ടായിരുന്നു കേട്ടോ. സൈനിക നടപടി, ലയനക്കരാറ്, അനുരഞ്ജനം എന്നീ വഴിയൊക്കെയാണ് എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃക 10+2+3 എന്ന് പറയുന്ന മാതൃക കൊണ്ടുവന്ന ആരായിരുന്നു? കോത്താരി കമ്മീഷനായിരുന്നു. അപ്പോൾ കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലേ? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞതും പിന്നെന്താ മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് പറയുന്നതും കോത്താരി കമ്മീഷനെയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അതുപോലെ തന്നെ മൂല്യവിദ്യാഭ്യാസത്തിന് എന്ത് നൽകണം? ഊന്നൽ നൽകണം. നെക്സ്റ്റ്, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ഏതാണ്? ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. ദിവ്യ ദേശ്മുഖാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരെ. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 വർഷത്തിൽ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതായിരുന്നു? ഇറ്റലി ആയിരുന്നു കേട്ടോ. ഇറ്റലി ആയിരുന്നു 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം അല്ലേ? സ്വത്ത് സമ്പാദനം എന്ന് പറയുന്നത് 1978 44ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റാണ് ചെയ്തത്. പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റിയില്ലേ? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമൊക്കെ മാറ്റി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് സഞ്ചരിക്കുവാൻ, അതുപോലെ തന്നെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യങ്ങളും സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? നമുക്കറിയാം അല്ലേ? 6 മൗലിക അവകാശങ്ങളിൽ വരുന്നതായിരുന്നു. 7ാമത്തെ മൗലിക അവകാശമായിരുന്നു സ്വത്ത് എന്ന് പറയുന്നത്. അത് 1978 44ാം ഭേദഗതി പ്രകാരമാണ് മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 24 ആണല്ലേ ബാലവേല നിരോധിക്കുന്ന. ആർട്ടിക്കിൾ 23ലും 24ലാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം പറയുന്നത്. ആർട്ടിക്കിൾ 23 പറയുന്നത് നിർബന്ധിത ജോലി തടയുക, അടിമത്തം നിരോധിക്കുകയായിരുന്നു. ബാലവേല നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 24 പ്രകാരമാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്നതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. മനസ്സിലായില്ലേ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്? ഭരണഘടന ഉറപ്പ് നൽകാവുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതിയാണോ, ഹൈക്കോടതിയാണോ, മുൻസിഫ് കോടതിയാണോ? മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആക്കാം അല്ലേ? സുപ്രീം കോടതിയും ഹൈക്കോടതിയും 32 പ്രകാരം ഏതാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന? ആർട്ടിക്കിൾ 32 പ്രകാരം ഏത് റിട്ടാണ്? സുപ്രീം കോടതിയാണ് ഹൈക്കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്? അതായത് സുപ്രീം കോടതി ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226 ആയിരുന്നു. എത്ര റിട്ടുകളുണ്ടായിരുന്നു? 5 റിട്ടുകളുണ്ടായിരുന്നു അല്ലേ?
ഓക്കെ, റിട്ടുകളെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലിനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലിനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു? കുറിച്യ കലാപം നമ്മൾ 2-3 ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. കുറിച്യ കലാപത്തെ കുറിച്ചിട്ട് 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപം എന്തായിരുന്നു? 1821 അല്ലേ കുറിച്യ കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ എന്തൊക്കെയായിരുന്നു കാരണങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു? ഇപ്പോൾ നടന്ന 3 സ്റ്റേജിലും എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? 2 സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാമൻ നമ്പിയുടെ അതുപോലെ തന്നെ കുറിച്യ കലാപത്തെ കുറിച്ചിട്ടൊക്കെ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഇനി EV രാമസ്വാമി നായ്ക്കർ ഇതും ചോദിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ കഴിഞ്ഞ 3 നമ്മൾക്കറിയാം, കഴിഞ്ഞ 3 ക്വസ്റ്റ്യനിലും 3 പ്രിലിംസ് നടന്ന 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ രാമസ്വാമി നായ്ക്കാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ കാണപ്പെടുന്നുണ്ടല്ലേ EV രാമസ്വാമി നായ്ക്കറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. കാരണം എന്താ? വൈക്കം ഹീറോ എന്നും പെരിയാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്ന വൈക്കത്താണ്. അത് കാരണമാണ് എന്ത് പറയുന്നത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് EV രാമസ്വാമി നായ്ക്കർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സ്വാഭിമാന പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ചത് ആരായിരുന്നു? EV രാമസ്വാമി നായ്ക്കറായിരുന്നു. കേരളത്തിലെ ആദ്യ രാജവംശമാണ് മൂഷകവംശം എന്ന് പറയുന്നത്. ഈ ഭരണം നടത്തിയത് ആരായിരുന്നു? കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശത്തിനെ ഭരണം നടത്തിയത് ഏത് സ്ഥലത്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറനാട്ടിലായിരുന്നു കേട്ടോ. ഏറനാടായിരുന്നു. പാലക്കാടിൻ്റെ പഴയ പേരല്ലേ ഏറനാട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയത് ഏറനാടാണ്. ഏറനാട് അതുപോലെ തന്നെ എന്തോ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും വലിയ പഞ്ചായത്ത് എന്തായിരുന്നു? ഏറനാട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ താലൂക്കോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് ആരുടെ പ്രസ്താവനയാണ്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. പാലക്കാടിൻ്റെ പഴയ പേര് പോറയനാട് എന്നാണ് കേട്ടോ. ഞാൻ തെറ്റി പറഞ്ഞാണ്. പാലക്കാടിൻ്റെ പഴയ പേര് പോറയനാട് എന്നാണ്. ഓക്കെ, ഇനി പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറയുന്നത് ആരായിരുന്നു? വില്യം ബെന്നിക് പ്രഭു ആണ്. വില്യം ബെന്നിക് പ്രഭു ആണ് പറഞ്ഞത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കാൺപൂരിൽ നമുക്ക് കണ്ടിട്ടുണ്ടല്ലേ ഓരോരുത്തരും ഏത് സമരങ്ങൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഓരോരുത്തരും ഏത് സ്ഥലങ്ങളിലായിരുന്നു സമരം നയിച്ചിരുന്നത് എന്നുള്ളത്. കാൺപൂർ കേന്ദ്രമാക്കിയിട്ട് ആരായിരുന്നു? നാനാ സാഹിബും താനിയ തോപ്പിയായിരുന്നു കാൺപൂർ കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നത്. ആണല്ലേ. നാനാ സാഹിബും താനിയ തോപ്പിയും കാൺപൂർ കേന്ദ്രമാക്കി സമരം നയിച്ച നേതാക്കന്മാരായിരുന്നു. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു അല്ലേ. ലക്നൌ കേന്ദ്രമാക്കിയിട്ടായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ടായിരുന്നത്. ഫൈസാബാദിലായിരുന്നു മൗലവി അഹമ്മദുല്ല ആയിരുന്നു കേട്ടോ. മൗലവി അഹമ്മദുല്ല ഫൈസാബാദിലും ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ലക്നൌവിലുമായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? അറിയാലേ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം അല്ലേ. അലിഗഡ് പ്രസ്ഥാനമാണ് എന്ത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പുരോഗതിക്കായിട്ട് സ്ഥാപിച്ചത് അലിഗഡ് പ്രസ്ഥാനമാണ്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ സംവാദ്, കൗമുദി, ബംഗാളി പത്രമാണ് അല്ലേ. അതെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെയാണ്. അതുപോലെ തന്നെ ഏതാണ്? മിറാദുൽ അക്ബറും രാജാറാം മോഹൻ റോയുടെ ബുക്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.